അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ഒരു ചിലന്തി ക്ലീൻ ചെയ്യുന്ന ഓട്ടോമാറ്റിക് മെഷീൻ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? ആദ്യം നമുക്ക് ചിലന്തി സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് എന്തുകൊണ്ട് 2 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റിക്കിന് എത്ര നീളം വേണോ അത്രയും നീളത്തിലെടുക്കാം. എടുക്കുന്ന പൈപ്പ് ഒരു പൈപ്പിനകത്ത് ഒരു പൈപ്പ് കയറി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തേക്കുന്ന വലിയ സ്റ്റിക്കിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഇതുകൊണ്ട് കുറച്ച് കട്ടുകൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുകൊണ്ട് ഒരു ഹോസ് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത PVC പൈപ്പിന്റെ തലയിലോട്ട് നമുക്ക് ഈ ഹോസ് ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പൈപ്പ് ഈ ഒരു പൈപ്പിനകത്ത് കയറ്റി ഈ ഹോസ് ക്ലിപ്പ് ടൈറ്റ് ചെയ്യാമെങ്കിൽ ആ പൈപ്പ് അവിടെ ലോക്ക് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റബിൾ സ്റ്റിക്ക് മാതിരിയാവും. ഇനി ഞാൻ ഇതുകൊണ്ട് വലിയൊരു PVC പൈപ്പിന്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട്. ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ഇതിന്റെ പുറകിൽ നമുക്ക് മുമ്പത്തെ പൈപ്പ് ചെയ്തതിനോട്ട് കുറച്ച് കട്ടിങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൈപ്പിൽ നമുക്ക് ഇതുകൊണ്ട് 2 ഹോളൂടെ ഇട്ടെടുക്കാം. ഇനി ഈ ഹോളിന്റെ അതേ അളവിൽ നമ്മൾ ചെറിയ സ്റ്റിക്കിൽ 2 ഹോൾ ഇട്ടെടുക്കാം. ഇനി ഇതിലത്തെ ചെറിയ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് നമുക്ക് ഈ 2 പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ഗിയർ മോട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മോട്ടറിലോട്ട് നമുക്ക് വയർ സോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സോൾഡ് ചെയ്ത് കൊടുക്കുന്ന വയറിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. എന്നിട്ട് വയറിന്റെ മറ്റേ അറ്റം നമുക്ക് ഈ ഒരു പൈപ്പ് കൂടെ കടത്തിവിടാം. എന്നിട്ട് മോട്ടർ നമുക്ക് ഈ ഒരു പൈപ്പിനകത്ത് ഇതുകൊണ്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ മോട്ടറിനകത്ത് ഊരി പോയിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഹോസ് ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി DC മോട്ടറിന് റിവേഴ്സും ഫോർവേഡും കറക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചും ബാറ്ററിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഒരു PVC ബോക്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് വെച്ച് കൊടുക്കാൻ പാകത്തിന് നമുക്ക് ഈ PVC ബോക്സിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സ്വിച്ചിന്റെ ലെഗുകൾ നമ്മൾ കണക്ട് ചെയ്യാം. ആദ്യം തന്നെ സ്വിച്ചിന്റെ ഓപ്പോസിറ്റ് ലെഗുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്വിച്ച് നമുക്ക് PVC ബോക്സിലിട്ട് ഫിറ്റ് ചെയ്യാം. ഇനി ബാറ്ററിയിൽ നിന്ന് വരുന്ന 2 വയർ നമുക്ക് സ്വിച്ചിന്റെ നടുവിലുള്ള 2 ലെഗുകളുമായിട്ടും കണക്ട് ചെയ്യാം. ഇനി ഈ PVC ബോക്സിന്റെ അടിഭാഗം നമുക്ക് PVC പൈപ്പിന്റെ താഴ്ഭാഗമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ബാറ്ററി നമുക്ക് ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെ ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മോട്ടറിൽ വരുന്ന 2 വയർ നമുക്ക് സ്വിച്ചിന് മുകളിലത്തെ 2 ലെഗിലോ അല്ലെങ്കിൽ താഴത്തെ 2 ലെഗിലോ ഏതെങ്കിലും 2 ലെഗിൽ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു PVC ബോക്സ് ക്ലോസ് ചെയ്യാം. ഇനി വീട്ടിൽ ചിലന്തി അടിച്ചിട്ട് ഒരു പഴയ ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കിടന്ന പഴയ ബ്രഷിന്റെ ഒരു തടിയുടെ ത്രെഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തടിയുടെ ത്രെഡിന്റെ നടുക്കൂടെ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ത്രെഡ് നമുക്ക് മോട്ടറിന്റെ ഷാഫ്റ്റിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പഴയ കണക്ക് ബ്രഷ് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഒക്കെ നേരത്ത് ഇത് ലെഫ്റ്റും റൈറ്റും നമുക്ക് കറക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന റൂമിലോട്ട് വന്നിട്ടുണ്ട്. ബ്രഷ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രഷ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, ഇതെല്ലാം കറങ്ങി അതേ കയറിക്കോളും. അതുപോലെ തന്നെ ചിലന്തി കളയാൻ പാടുള്ള ഓടിൻ്റെ ഭാഗത്തേക്ക് ചിലതിൽ ഈസി ആയിട്ട് എനിക്ക് നീക്കം ചെയ്യാൻ പറ്റി. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ചിലന്തി ഭിത്തിയെ പറ്റി കറ പിടിക്കുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിലന്തി ക്ലീനർ വർക്ക് ആവുന്നത്. ഇത് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും നല്ല പെർഫോമൻസ് ഉണ്ട്. നല്ലതായിട്ടെല്ലാം ക്ലീൻ ആവുന്നുണ്ട്. ഈ ഭിത്തിയിലൊക്കെ നമ്മൾ മറ്റുള്ളതായിട്ട് ഉരയ്ക്കുമ്പോൾ പറ്റി പിടിക്കുന്നതുകൊണ്ട് പറ്റി പിടിച്ചിരിപ്പില്ല. ഇതെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.